സ്നേഹിക്കുകയും കലഹിക്കുകയും പിന്നെയും സ്നേഹിക്കുകയും പിന്നെയും കലഹിക്കുകയും ചെയ്യുന്ന മലയാളി അറിഞ്ഞിരിക്കേണ്ട ഒരു കഥ. സ്നേഹം എന്ന വികാരം പ്രകടിപ്പിക്കാനുള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നൊരു കഥ. സ്നേഹം പ്രകടിപ്പിക്കാൻ പിശുക്ക് കാട്ടുന്ന എന്നെപ്പോലുള്ള ഭർത്താക്കന്മാർ ഓർത്തിരിക്കേണ്ട ഒരു കഥ. ദി ഗിഫ്റ്റ് ഓഫ് മജായി. ഓ ഹെൻറി ലാസ്റ്റ് ലീഫ് പോലെ വളരെ പ്രചാരം കിട്ടിയ ഒരു കഥയാണ് ദി ഗിഫ്റ്റ് ഓഫ് മജായി. അമേരിക്കയുടെ പ്രശാന്തസുന്ദരമായ അമേരിക്കയിൽ നടന്ന കഥ. പുരാതന അമേരിക്ക, 100-150-110 വർഷത്തിൽ കൂടുതൽ പഴക്കം ചെന്ന അമേരിക്ക, സ്നേഹസമ്പന്നരായ ഒരു കൂട്ടം ആളുകളുടെ അമേരിക്ക, ഇന്ത്യയിലെ ഒരു പറ്റം ചെറുപ്പക്കാരുടെ സ്വപ്നഭൂമിയായ അമേരിക്ക. ആ അമേരിക്കയിൽ ഇന്ന് ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയായ രഞ്ജിനി രവീന്ദ്രനാഥിൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അലക്സിൻ്റെയും അറിയാതെയും അറിഞ്ഞും ഉള്ള പ്രേരണയാൽ ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്ന ദി ഗിഫ്റ്റ് ഓഫ് മജായി. മജൈ എന്ന വാക്കിന് 3 അർത്ഥങ്ങളാണുള്ളത്. ഒന്ന്, എ സോഴ്സറർ. 2, ആൻ ഓൾഡ് പ്രീസ്റ്റ് ഓഫ് ഏൻഷ്യൻ്റ് പേർഷ്യ. 3-ാമത്തെ അർത്ഥം, 3 ലോർഡ്സ് ഗിവ്സ് പ്രസൻസ് ടു ജീസസ്, സ്മാൾ ജീസസ്. അതിൽ 3-ാമത്തെ അർത്ഥത്തിന് അർത്ഥം അടിവരയിടുന്ന 3-ാമത്തെ ദി 3 ലോർഡ്സ് ഗിവ്സ് പ്രസൻസ് ടു സ്മാൾ ജീസസ് എന്ന അടിവരയിടുന്ന പേര് നൽകിയതിൽ ഓ ഹെൻറി വിജയിച്ചിരിക്കുന്നു എന്ന് വായനക്കാർക്ക് ഏവർക്കും തോന്നുന്ന ഒരു കഥ. ഈ കഥയിലെ പ്രധാന കഥാപാത്രം യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത് മിസ്സിസ് ജെയിംസ് ഡെല്ലിംഗാം യങ് എന്നാണ്. മിസ്സിസ് ജെയിംസ് ഡെല്ലിംഗാം യങ് എന്നാൽ ഡെല്ല എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന മിസ്സിസ് ഡെല്ലിംഗാം യങ്. ഡെല്ല എന്ന് പറയുമ്പോൾ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഡെല്ല. ഡെല്ലയുടെ കഥ, മിസ്റ്റർ ജെയിംസിൻ്റെ കഥ. ജെയിംസിനെ ജിം എന്നറിയപ്പെടുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട അലക്സിനെ ഞാൻ അലക്സ് എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് അഡ്വക്കേറ്റ് അലക്സ് അബ്രഹാം ഓടിക്കണ്ടത്തിൽ എന്ന് അറിയപ്പെടുന്നത് പോലെ. അങ്ങനെയുള്ള അലക്സ് അമേരിക്കയിൽ താമസിക്കുന്ന സ്ഥിരതാമസക്കാരാക്കിയ അലക്സിൻ്റെയും രഞ്ജിനിയുടെയും സ്നേഹസമ്പന്നമായ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രിയപ്പെട്ട ഡെല്ലയുടെ കഥ ഞാൻ പറയാൻ ശ്രമിക്കുന്നു. ദി ഗിഫ്റ്റ് ഓഫ് മജായി. ഒരു ക്രിസ്മസ് കൂടി വരവായി. ആ ക്രിസ്മസിനെ വരവേൽക്കുവാൻ സാധാരണ കുടുംബത്തിൽപ്പെട്ട ഡെല്ല പരിശ്രമിക്കുകയാണ്. എങ്ങനെ വരവേൽക്കണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ ഭർത്താവിന് ഒരു സമ്മാനം കൊടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ ആഴ്ചയിൽ $30 കിട്ടിക്കൊണ്ടിരുന്ന ആ കുടുംബത്തിൻ്റെ വരവ് ഇപ്പോൾ $20 ചുരുങ്ങിയിരിക്കുന്നു. ആ $20 നിന്ന് 2 എൻഡുകളെയും കൂട്ടിമുട്ടിപ്പിക്കുവാൻ കഷ്ടപ്പെടുന്ന ഡെല്ല എന്ന വീട്ടമ്മ ഓരോ കച്ചവടക്കാരുടെ അടുത്തും, വെജിറ്റബിൾസ് മർച്ചൻ്റെ അടുത്തും മീറ്റ് മർച്ചൻ്റെ അടുത്തും ഒക്കെ തന്നെ ഞെരുങ്ങി കഷ്ടിച്ച് സാധനങ്ങൾ വാങ്ങി കിട്ടുന്ന ബാലൻസ് വീണ്ടും എണ്ണി നോക്കുന്ന, എണ്ണിയത് വീണ്ടും തിരിച്ചും മറിച്ചും നോക്കുന്ന പിശുക്കിയായി എന്ന് നമ്മൾക്ക് തോന്നാവുന്ന ഡെല്ല.
തൻ്റെ ഭർത്താവിനൊരു സമ്മാനം കൊടുക്കണം എന്നാലോചിച്ച് ദൂരോട്ട് നോക്കുമ്പോൾ തൻ്റെ വീടിൻ്റെ പരിസരത്ത് കൂടി കടന്നു പോകുന്ന ഒരു പൂച്ചയെ, മതിലിൽ കൂടി ചാടിപ്പോകുന്ന ഒരു ബ്രൗൺ പൂച്ചയാണ് അവൾ ശ്രദ്ധിക്കുന്നത്. ആ പൂച്ചയുടെ നടത്തം അവൾ അറിയാതെ അല്പനേരം നോക്കിക്കാണുന്നു. അത് കണ്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവളൊരു ദർപ്പണത്തിൻ്റെ മുമ്പിലാണ്, അല്ലെങ്കിൽ ഒരു കണ്ണാടിയുടെ മുമ്പിലാണ് താൻ നിൽക്കുന്നത് എന്ന് ശ്രദ്ധിക്കുന്നത്. ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവളുടെ മുഖസൗന്ദര്യത്തോടൊപ്പം തന്നെ അവളുടെ തലമുടിയുടെ സൗന്ദര്യം അവൾ ആസ്വദിക്കുന്നു. പെട്ടെന്ന് ആ തലമുടി, അവളുടെ ശ്രദ്ധ തലമുടിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. എന്ത് നല്ല തലമുടിയാണ് തനിക്കുള്ളത് എന്നവൾ അയവിറക്കുന്നു. ആ തലമുടി നല്ല വേവി ആയിട്ടുള്ള തലമുടി. ആർക്കും പഴയ കാലത്തും പുതിയ കാലത്തും സ്ത്രീകൾക്ക് സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ഒന്നാണ് തലമുടി എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള വേവി ഹെയർ അവൾ നോക്കി 2 നിമിഷം ആലോചിക്കുമ്പോൾ അറിയാതെ അവളുടെ കണ്ണിൽ നിന്ന്, കവി പറയുന്ന പോലെ ആമലകി ഫലം പോലെ എന്ന് കവികൾ പറയാറുണ്ട്, 2 കണ്ണുനീർ തുള്ളികൾ അടർന്ന് വീഴുകയാണ്. അത് റെഡ് കാർപ്പറ്റിലേക്ക് വീഴുന്നു. എന്തോ അവളിൽ ഒരാശയം ഉദിച്ചതുപോലെ ഡെല്ല ഓർക്കുകയാണ്, താൻ എങ്ങനെ തൻ്റെ ഭർത്താവിന് സമ്മാനം കൊടുക്കും. സമ്മാനം കൊടുത്തേ പറ്റൂ. സമ്മാനം കൊടുക്കേണ്ടത് തൻ്റെ കടമയാണ്. പക്ഷേ തൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള $1.75 ഉള്ളൂ. $1.75 കൊണ്ട് താൻ എങ്ങനെ സമ്മാനം വാങ്ങും? അവൾ സമ്മാനം വാങ്ങേണ്ടതിൻ്റെ ആവശ്യകത അവളിൽ രൂഢമൂലമാകുമ്പോൾ അവിടെ നിന്നിറങ്ങി പതുക്കെ മുന്നോട്ട് നടക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ സ്ട്രീറ്റിലെ ഒരു കടയുടെ നെയിം ബോർഡ് അവൾ ശ്രദ്ധിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് മാഡം സഫ്രോണി ഹെയർ ഗുഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്. മാഡം സഫ്രോണി ഹെയർ ഗുഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് എന്ന കട കാണും. അവൾ ആ കടയിലേക്ക് കയറി ചെല്ലുന്നു. ആ കടയിലേക്ക് കയറി ചെന്നിട്ട് അവളുടെ ഹാറ്റ് എടുക്കുമ്പോൾ കടക്കാരി അത്ഭുതപ്പെടുന്നത് അവളുടെ തലമുടി പെട്ടെന്ന് അഴിഞ്ഞ് താഴേക്ക് വീഴുന്നു. ആ തലമുടിയുടെ നീളം, ആ തലമുടിയുടെ സൗന്ദര്യം, കവി അവിടെ എ കാസ്കേഡ് എന്നാണ് കഥാകൃത്ത് അതിനെ പറയുന്നത്. കാസ്കേഡ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ അവളുടെ തലമുടി താഴേക്ക് ഇങ്ങനെ അഴിഞ്ഞു വീഴുന്നു. അവൾ ചോദിച്ചു, ഈ തലമുടിക്ക് എന്ത് തരാം? അവർ പറയുന്നു $20 തരാം. അവൾ ഹാപ്പിയായി. അവൾ പെട്ടെന്ന് പറഞ്ഞു, എങ്കിൽ പണം തരൂ, $20 വേഗം തരൂ. അവർ $20 കൊടുക്കുന്നു. അവളുടെ തലമുടി വെട്ടിയെടുക്കുകയാണ്. ആ തലമുടി വെട്ടിയ ശേഷം തൻ്റെ ഹാറ്റ് വെച്ചിട്ട് $20 തൻ്റെ കയ്യിലുണ്ടായിരുന്ന $1.70 അവൾ വീണ്ടും സ്ട്രീറ്റിലേക്ക് ഇറങ്ങി നടന്ന് തൻ്റെ ഭർത്താവിന് താൻ എന്താണ് സമ്മാനം വാങ്ങേണ്ടത് എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ഇവരുടെ വീട്ടിൽ 2 സാധനങ്ങൾക്കാണ് ഏറ്റവും സിഗ്നിഫിക്കൻസ് ഉണ്ടായിരുന്നത്. ജിമ്മിൻ്റെയും ഡെല്ലയുടെയും വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വസ്തുക്കൾ. ഒന്ന്, ജിമ്മിൻ്റെ അച്ഛനപ്പൂപ്പന്മാർ ഉപയോഗിച്ചിരുന്ന, ജിമ്മിന് കൊടുത്ത, ജിമ്മിൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു വാച്ചാണ്. മറ്റൊന്ന് ഡെല്ലയുടെ ഈ തലമുടിയാണ്. ഈ 2 വസ്തുക്കളാണ് അവരുടെ വീട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കൾ. അവൾ ഓർത്തു, തൻ്റെ ജിമ്മിൻ്റെ വാച്ചിന് സ്ട്രാപ്പ് വളരെ പഴയതാണ്, അതിനൊരു നല്ല സ്ട്രാപ്പ് വാങ്ങാം. അവൾ അടുത്ത ഒരു ഗ്രോസറി കടയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് ഒരു പ്ലാറ്റിനം സ്ട്രാപ്പ് വാങ്ങുകയാണ്. ആ പ്ലാറ്റിനം സ്ട്രാപ്പ് വാങ്ങി തൻ്റെ ഹാറ്റൊക്കെ വെച്ച് വീട്ടിൽ തിരിച്ചെത്തുന്ന ഡെല്ല തൻ്റെ ഭർത്താവിൻ്റെ വരവും കാത്ത് ഇരിക്കുന്നു. അപ്പോൾ അവൾ ആലോചിച്ചു, അയാൾക്കൊരു ചായ ഇടാം. ഒരു ചായയും ഒരു കടിയും, നല്ല ചൂട് കടിയും ഒക്കെ ഉണ്ടാക്കി തൻ്റെ ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. വീട്ടിലേക്ക് കടന്നു വരുന്ന ജിമ്മ് വളരെ വികാരാധീനരായി കയ്യിലൊരു പൊതിയുമായി ജിമ്മ് കടന്നു വരുന്നു.
വീട്ടിലെത്തുന്ന ജിം തൻ്റെ ഭാര്യയെ ഇങ്ങനെ നിർനിമേഷയായി നോക്കുകയാണ്. സമ്മിശ്ര വികാരങ്ങളുടെ മുഖത്തൂടെ കടന്നു പോകുന്നു. ഇത് ശ്രദ്ധിച്ച ഡെല്ല ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ എന്നെ തുറിച്ചു നോക്കുന്നത്? എന്താണ് നിങ്ങൾക്ക്? എന്ത് പറ്റി ജിം? ജിം വീണ്ടും നോക്കുമ്പോൾ പറയുന്നു, ഇറ്റ് വിൽ ഗ്രോ, സൂൺ ഇറ്റ് വിൽ ഗ്രോ. എൻ്റെ തലമുടി വളരെ പെട്ടെന്ന് വളരും. തലമുടിയിലേക്ക് ജിം ഇങ്ങനെ നോക്കണ്ട, അത് ഇറ്റ് വിൽ ഗ്രോ ഓഫ്ലി എന്നാണ് അവളുടെ പറയുന്നത്. ജിമ്മ് ആ കയ്യിലിരിക്കുന്ന വസ്തു കൊണ്ട് അപ്പോഴാണ് അവളുടെ തലമുടിയിലേക്ക് ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് തൻ്റെ ഭാര്യയെ സ്നേഹത്തോടുകൂടി അയാൾ കെട്ടിപ്പിടിക്കുന്നു. ഹി ഹഗ്സ് ഹർ. അങ്ങനെ അവളെ കെട്ടിപ്പിടിച്ചിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന ആ സമ്മാനം ദൂരേക്ക് ഒരു മേശയുടെ പുറത്തേക്ക് എറിയുകയാണ്. അവൾ വീണ്ടും വീണ്ടും പറയുന്നു, ജിം, ഞാൻ നിൻ്റെ ഡെല്ലയല്ലേ? എൻ്റെ തലമുടിക്ക് അഭൂതപൂർവമായ വളർച്ചയാണ്. വളരെ പെട്ടെന്ന് അത് വലുതാകും. അത് ഞാൻ വിറ്റു. ഞാൻ വിറ്റത് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാണ്. എനിക്ക് നിനക്ക് സമ്മാനം തരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ സമ്മാനം വാങ്ങാനായിട്ട് അത് ഞാൻ വിറ്റു. ജിം ഒന്നും പറയുന്നില്ല. നമ്മൾ മലയാളത്തിൽ ആളുകൾ പറയുന്ന പോലെ ജിം ഡെല്ലയെ കെട്ടിപ്പിടിച്ച ശേഷം വീണ്ടും പറയുന്നു, നീ അത് വിറ്റതിൽ എനിക്ക് വിഷമമില്ല. നിൻ്റെ തലമുടി കട്ട് ചെയ്തതിൽ എനിക്ക് വിഷമമില്ല. കാരണം കല്യാണിക്കുട്ടി കല്യാണിക്കുട്ടിയാണ്. ഫ്രോക്ക് ഇട്ടാലും കല്യാണിക്കുട്ടിയാണ്, സാരി ഉടുത്താലും കല്യാണിക്കുട്ടിയാണ്, ഇനി സാൽവാറും കമ്മീസ് ഇട്ടാലും കല്യാണിക്കുട്ടിയാണെന്ന പ്രയോഗം ഓർത്തുകൊണ്ട് ജിം അവളെ വീണ്ടും വീണ്ടും ഉമ്മ വെക്കുന്നു. അവൾ പറഞ്ഞു, അയാൾ ഡെല്ലയോട് പറയുന്നു, ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സമ്മാനം എന്താണ് എന്ന് നീ കണ്ടോ? അവൾ ചോദിച്ചു, എന്താണ് സമ്മാനം? പെട്ടെന്ന് ആ ചെറിയ പാക്കറ്റ് ഡെല്ല അയാളുടെ കയ്യിൽ ആ മേശപ്പുറത്തുനിന്ന് എടുത്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് അവൾ പണ്ട് അവരൊരുമിച്ച് നടക്കുന്ന സമയത്ത് ഏതോ ഒരു കടയിൽ അവൾ ഒരു സാധനത്തിൽ ശ്രദ്ധിക്കുന്നത് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സാധനത്തിലേക്ക്, ഒരു വസ്തുവിലേക്ക് അവളുടെ ശ്രദ്ധ പോകുന്നത് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ സുന്ദരമായ തലമുടിയിൽ അലങ്കരിക്കാൻ വേണ്ടി, അത് കോംബ് ചെയ്യാൻ വേണ്ടി ഒരു ഹെയർ ക്ലിപ്പ്, പെൺകുട്ടികൾ പലപ്പോഴും സുന്ദരമായ ഹെയർ ക്ലിപ്പുകൾ വാങ്ങും. അങ്ങനെയുള്ളൊരു ഹെയർ ക്ലിപ്പാണ് അവൾ ആഗ്രഹിച്ചത് എന്ന് തോന്നിയിട്ട് ഒരു ഹെയർ ക്ലിപ്പാണ് അദ്ദേഹം വാങ്ങിച്ചത്. ടോർട്ടോയ്സിൻ്റെ കവർ, ആ ഷെല്ലുള്ള, അതിൽ നന്നായി അലങ്കരിച്ചിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് അവൻ സമ്മാനമായി ഡെല്ലയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സമ്മാനം എടുത്തു നോക്കി എങ്ങനെ അപ്പോഴും അവൾ സാന്ത്വനിപ്പിക്കുകയാണ്. സാരമില്ല, എൻ്റെ തലമുടി പെട്ടെന്ന് വളരും, അപ്പോൾ എനിക്കിതിടാം എന്നുള്ള സന്തോഷത്തോടു കൂടി അത് വാങ്ങുന്നു. തൻ്റെ സമ്മാനം തിരിച്ചു കൊടുക്കാനായിട്ട്, ജിം, നിൻ്റെ വാച്ച് തരൂ, ഞാൻ കൊണ്ടുവന്ന് എന്താണെന്ന് കാണണ്ടേ, ഈ സ്ട്രാപ്പ് അതിലിടാം എന്ന് പറയുമ്പോൾ വികാരാധീനനായി ആ ബെഞ്ചിൽ അല്ലെങ്കിൽ അവിടുത്തെ കസേരയിൽ ഇരിക്കുന്ന ജിമ്മിനെയാണ് വരച്ച് കാണിക്കുന്നത്. ജിം ഡെല്ലയോട് പറയുന്നത് ഇങ്ങനെയാണ്, ലെറ്റ് us put our Christmas presents away. Let us put our Christmas presents away for a while എന്ന് പറഞ്ഞിട്ട് അയാൾ അവളെ വീണ്ടും വീണ്ടും കെട്ടിപ്പിടിക്കുന്നു. അതിൽ നിന്ന് വിമുക്തയായി വാച്ചിന് വേണ്ടി ചോദിക്കുമ്പോഴാണ് പറയുന്നത്, നിനക്ക് സമ്മാനം തരാൻ വേണ്ടി ഞാൻ ആ വാച്ച് വിറ്റു. അന്യോന്യം പ്രസൻസ് കൊടുക്കാൻ വേണ്ടി, പ്രസൻസ് കൊടുക്കുന്നതിൽ സന്തോഷിക്കുന്ന പഴയ ഒരു തലമുറയുടെ പ്രതിബിംബമായി മാറുന്ന ജിമ്മിൻ്റെയും ഡെല്ലയുടെയും കഥയാണ് കഥാകാരനായ ഒ ഹെൻറി നമ്മളെ വീണ്ടും വരച്ച് കാണിക്കുന്നത്. ഈ കഥയിൽ ഉണ്ടാകുന്ന ട്വിസ്റ്റ് നമുക്ക് വായിക്കുന്ന വായനക്കാർക്ക് തോന്നും, ഇത് അൺലോഫുള്ളി ആയിട്ടുള്ള രണ്ട് ആളുകളുടെ കഥയല്ലേ, അവർ ഇത് അപ്രതീക്ഷിതമായിട്ട് അവർ മണ്ടത്തരങ്ങളല്ലേ കാണിക്കുന്നതെന്ന് തോന്നിയേക്കാം. പക്ഷേ വലിയ മിടുക്കരായിട്ടുള്ള, വൈസ്ലി ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ കഥയാണ് ഒ ഹെൻറിയുടെ
ദി ഗിഫ്റ്റ് ഓഫ് മജായ്. ഈ കഥ കാലാതീതമാണ്. കലയും കഥയും കഥാകാരനും കാലാതീതമാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ദി ഗിഫ്റ്റ് ഓഫ് മജായ് എന്ന മനോഹരമായ കഥ ഇങ്ങനെ ഇവിടെ അവസാനിക്കുന്നു.